പിക്ക് അപ്പ്, ലുക്ക് ആഫ്റ്റർ, റൺ ഔട്ട് ഓഫ് ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആകാറുണ്ടോ? നോ വറീസ്, ദീസ് ആർ ഫ്രേസൽ വെർബ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഐ ആം ഹിയർ ടു എക്സ്പ്ലെയിൻ ദ സെയിം ടുഡേ. ഹായ് എവ്രി വൺ, ദിസ് ഇസ് എമി ഫ്രം നീതൂസ് അക്കാദമി. ഇംഗ്ലീഷ് കോൺവെർസേഷനിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ആണ് ഫ്രേസൽ വെർബ്സ്. നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡെയിലി കോൺവെർസേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ഫ്രേസൽ വെർബ്സ് നോക്കാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് എ ഫ്രേസൽ വെർബ് ഇസ്. ഫ്രേസൽ വെർബ് എന്ന് പറയുമ്പോൾ ഒരു വെർബിൻ്റെ ഒപ്പം പ്രപ്പോസിഷൻസ് ആയിട്ടുള്ള ഇന്ന്, ഓണ്, അറ്റ് തുടങ്ങിയവ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വേർഡ് കോമ്പിനേഷനാണ് നമ്മളതെന്ന് പറയാം ഫ്രേസൽ വെർബ്സ് എന്ന് പറയാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ കോമ്പിനേഷനിൽ വരുന്ന വേർഡ്സ് ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മീനിങ് ആയിരിക്കില്ല ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഉള്ള മീനിങ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലുക്കപ്പ്. ലുക്കപ്പ് എന്ന് വെച്ചാൽ ഒരിക്കലും മുകളിലോട്ട് നോക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ ഫിസിക്കലി ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻഡിവിജ്വൽ വേർഡ്സിൻ്റെ മീനിങ് ആയിരിക്കില്ല ഈ ഒരു വേർഡ് കോമ്പിനേഷൻ്റെ മീനിങ് എന്ന് പറയുന്നത്. നൗ ലെറ്റ്സ് ലേൺ 10 ഫ്രേസൽ വെർബ്സ് വിച്ച് യു ക്യാൻ യൂസ് ഇൻ യുവർ ഡെയിലി കോൺവെർസേഷൻ. ഫസ്റ്റ് വൺ, പിക്കപ്പ്. പിക്കപ്പ് എന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക, അതായത് ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു സാധനത്തെ എടുക്കുക, കൂട്ടിക്കൊണ്ടുവരിക എന്നൊക്കെയുള്ളതാണ് പിക്കപ്പിൻ്റെ മീനിങ് വരിക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇന്ന് പാഴ്സൽ എടുത്തുകൊണ്ട് പോകാം. അത് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, ഐ വിൽ പിക്കപ്പ് ദ പാഴ്സൽ ടുഡേ. എന്താണ്? ഐ വിൽ പിക്കപ്പ് ദ പാഴ്സൽ ടുഡേ. മറ്റൊരു എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരാളുടെ അടുത്ത് ചോദിക്കണം, ഇന്നെ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാമോ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ക്യാൻ യു പിക്ക് മീ അപ്പ് ഫ്രം ദ സ്റ്റേഷൻ. എന്താണ്? ക്യാൻ യു പിക്ക് മീ അപ്പ് ഫ്രം ദ സ്റ്റേഷൻ. സെക്കൻഡ് വൺ, ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ ഒരാളെ നോക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പം ടേക്ക് കെയർ ചെയ്യാന്ന് പറയില്ലേ, കരുതലോടുകൂടി നോക്കുക എന്നൊക്കെയുള്ളതാണ് ലുക്ക് ആഫ്റ്ററിൻ്റെ മീനിങ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, മുത്തശ്ശിയെ അവളാണ് നോക്കുന്നത്. അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഷീ ലുക്സ് ആഫ്റ്റർ ഹെർ ഗ്രാൻഡ് മദർ. അതാണ് ഷീ ലുക്സ് ആഫ്റ്റർ ഹെർ ഗ്രാൻഡ് മദർ. ഇനി നമുക്ക് ഒരാളുടെ അടുത്ത് നമ്മുടെ ബാഗ് എവിടെയെങ്കിലും വെച്ചിട്ട് പോകുമ്പോൾ ആ ബാഗ് കുറച്ച് നേരം ഒന്ന് നോക്കാമെന്ന് നമ്മൾ ചോദിക്കല്ലേ, യു ക്യാൻ ആസ്ക് ഇറ്റ് ലൈക്ക്, ക്യാൻ യു ലുക്ക് ആഫ്റ്റർ മൈ ബാഗ്. എന്താണ്? ക്യാൻ യു ലുക്ക് ആഫ്റ്റർ മൈ ബാഗ്. തേർഡ് വൺ, റൺ ഔട്ട് ഓഫ്. റൺ ഔട്ട് ഓഫ് എന്ന് വെച്ചാൽ ഒരു കാര്യം തീർന്നു പോവുക എന്ന് വെച്ചാൽ നമുക്കിനി നമ്മുടെ അടുത്ത് മിച്ചമായിട്ടൊന്നുമില്ല, അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്ത് പറയാം? റൺ ഔട്ട് ഓഫ് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പാല് തീർന്നു പോയി. യു ക്യാൻ സേ വി റാൻ ഔട്ട് ഓഫ് മിൽക്ക്. എന്താണ്? വി റാൻ ഔട്ട് ഓഫ് മിൽക്ക്. മറ്റൊരു എക്സാമ്പിൾ, എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു പോയി, എൻ്റെ ഫോണിലെ ബാറ്ററി തീർന്നു പോയി എന്ന് പറയുമ്പോൾ യു ക്യാൻ സേ മൈ ഫോൺ റാൻ ഔട്ട് ഓഫ് ബാറ്ററി. മൈ ഫോൺ റാൻ ഔട്ട് ഓഫ് ബാറ്ററി. നെക്സ്റ്റ് ഫ്രേസൽ വെർബ് ഇസ് ടേൺ അപ്പ്. ടേൺ അപ്പ് എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ട് വരാം, നല്ല പെട്ടെന്ന് അപ്പിയർ ചെയ്യില്ല, അതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക? ടേൺ അപ്പ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവൻ മീറ്റിങ്ങിൽ വന്നില്ല. നമുക്കിങ്ങനെ പറയാം, ഹീ ഡിഡ്ന്റ് ടേൺ അപ്പ് ഫോർ ദ മീറ്റിംഗ്. ഇതാണ് ഹീ ഡിഡ്ന്റ് ടേൺ അപ്പ് ഫോർ ദ മീറ്റിംഗ്. ഇനി അതേസമയം അവൾ പെട്ടെന്ന് വന്നു എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഷീ ടേൺഡ് അപ്പ് സഡൻലി. എന്താണ്? ഷീ ടേൺഡ് അപ്പ് സഡൻലി. ഫിഫ്ത്ത് ഫ്രേസൽ വെർബ് ഇസ് പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് വെച്ചാൽ ഒരു കാര്യം മാറ്റി വെക്കുക അല്ലെങ്കിൽ ഡിലേ വരുത്തിക്കുക, അതായത് വൈകിപ്പിക്കുക. ഇതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക? പുട്ട് ഓഫ് എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഒരാളുടെ അടുത്ത് നമുക്ക് ഈ മീറ്റിംഗ് പിന്നെ വെക്കുക അല്ലെങ്കിൽ മാറ്റി വെക്കുക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ലെറ്റ്സ് പുട്ട് ഓഫ് ദ മീറ്റിംഗ്. ഇതാണ് ലെറ്റ്സ് പുട്ട് ഓഫ് ദ മീറ്റിംഗ്. ഇനി നമ്മൾ പറയുകയാണ്, എനിക്ക് ഈ ജോലി ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇനിയും ഈ ജോലിനെ വൈകിപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഐ കാൺട്ട് പുട്ട് ഓഫ് ദിസ് വർക്ക്. എന്താണ്? ഐ കാൺട്ട് പുട്ട് ഓഫ് ദിസ് വർക്ക്. നെക്സ്റ്റ് വൺ ഇസ് ക്യാരി ഓൺ. ക്യാരി ഓൺ എന്ന് വെച്ചാൽ തുടർന്നു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ക്യാരി ഓണിൻ്റെ മീനിങ് വരാം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ക്യാരി ഓൺ വിത്ത് യുവർ വർക്ക്. എന്താണ്? ക്യാരി ഓൺ വിത്ത് യുവർ വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി തുടർന്നു കൊണ്ടിരിക്കുക. ഇനി നമ്മൾ പറയുകയാണ്, അവൾ സംസാരിക്കുന്നത് തുടർന്നു കൊണ്ടിരുന്നു അല്ലെങ്കിൽ അവൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഷീ ക്യാരിഡ് ഓൺ ടോക്കിംഗ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഇസ് ബ്രേക്ക് ഡൗൺ. ഇത് 2 സിറ്റുവേഷൻസിൽ വരും. ഒന്ന് മെഷൻസിൻ്റെ കാര്യത്തിൽ. മെഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ തകരാറിലായി എന്നുള്ളൊരർത്ഥത്തിലാണ് ബ്രേക്ക് ഡൗൺ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഹ്യൂമൻ ബീങ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ മാനസികമായിട്ട് തളർന്നു അല്ലെങ്കിൽ നമ്മൾ അപ്സെറ്റ് ആണ് എന്നുള്ളൊരു മീനിങ്ങിലാണ് ബ്രേക്ക് ഡൗണിനെ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ കാറ് തകരാറിലായി. നമ്മളിങ്ങനെ പറയും, മൈ കാർ ബ്രോക്ക് ഡൗൺ. ഇതാണ് മൈ കാർ ബ്രോക്ക് ഡൗൺ. ഇനി അതൊരു ഹ്യൂമൻ ബീങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഷീ ബ്രോക്ക് ഡൗൺ ആഫ്റ്റർ ഹിയറിംഗ് ദ ന്യൂസ്. എന്താണ്? ഷീ ബ്രോക്ക് ഡൗൺ ആഫ്റ്റർ ഹിയറിംഗ് ദ ന്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? ആൾ ഈ ഒരു വാർത്ത കേട്ട് പൊട്ടിക്കരഞ്ഞ് അല്ലെങ്കിൽ വളരെയധികം അപ്സെറ്റായി. നെക്സ്റ്റ് വൺ ഇസ് ഗീവ് അപ്പ്. ഗീവ് അപ്പ് എന്ന് വെച്ചാൽ ഒരു കാര്യം പരിശ്രമിക്കുന്നത് നിർത്തുക അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുക, വിട്ട് കളയുക എന്നൊക്കെയുള്ളതാണ് ഗീവ് അപ്പിൻ്റെ മീനിങ്. ഇനി നമുക്ക് ഒരാളുടെ അടുത്ത് പറയണം, ഇനിയും പരിശ്രമിക്കണം, വിട്ട് കൊടുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഡോണ്ട് ഗീവ് അപ്പ്. പിന്നെയാണ് ഡോണ്ട് ഗീവ് അപ്പ്. ഇനി അനദർ എക്സാമ്പിൾ ഇസ് അവൻ പുകവലി നിർത്തി എന്നുള്ളത് നമ്മൾ പറയും, ഹി ഗേവ് അപ്പ് സ്മോക്കിംഗ്. ഇതാണ് ഹി ഗേവ് അപ്പ് സ്മോക്കിംഗ്. അടുത്ത ഫ്രേസൽ വെർബാണ് കോൾ ഓഫ്. കോൾ ഓഫ് എന്ന് വെച്ചാൽ റദ്ദാക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവർ പരിപാടി റദ്ദാക്കി.
We can say they called off the event. എന്താണ്? They called off the event. ഇനി ക്ലാസ് റദ്ദാക്കി എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാം, the class was called off. എന്താണ്? The class was called off. The 10th or the final phrasal verb is figure out. Figure out എന്ന് വെച്ചാൽ മനസ്സിലാക്കുക എന്നും അതേപോലെ തന്നെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളൊരർത്ഥം എന്തിനുണ്ട്? ഫിഗർ ഔട്ടിനുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഒരു ചോദ്യം മനസ്സിലാകുന്നില്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? ഐ കാൺട്ട് ഫിഗർ ഔട്ട് ദിസ് ക്വസ്റ്റ്യൻ. എന്താണ്? ഐ കാൺട്ട് ഫിഗർ ഔട്ട് ദിസ് ക്വസ്റ്റ്യൻ. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവൾ അതിന് പരിഹാരം കണ്ടെത്തി. നമുക്ക് ഇങ്ങനെ പറയാം, ഷീ ഫിഗേർഡ് ഔട്ട് ദ സൊല്യൂഷൻ. എന്താണ്? ഷീ ഫിഗേർഡ് ഔട്ട് ദ സൊല്യൂഷൻ. സോ ദീസ് ആർ ദ 10 phrasal verbs ആൻഡ് ഇത് നമുക്ക് നമ്മുടെ ഡെയിലി ഇംഗ്ലീഷ് കോൺവെർസേഷനിൽ യൂസ് ചെയ്യാം. ഇത് നമ്മൾ യൂസ് ചെയ്താൽ നിങ്ങളുടെ കോൺവെർസേഷൻ will sound more natural and more fluent. So that's all for today and follow for more. Thank you.